പ്രിയപ്പെട്ടവരെ, അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം. ഒരാലോചന ആരംഭിക്കുന്നത് തെറിയെക്കുറിച്ചാവുന്നത് ഒട്ടും സ്വാഗതാർഹമല്ല. കാരണം ആരും തെറി പറയാനും തെറി കേൾക്കാനും സാധാരണഗതിയിൽ ആഗ്രഹിക്കുകയില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും തെറി നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തുടരുകയാണ്. തീരുമാനിച്ചുറപ്പിച്ച് പറയുന്നത് സത്യത്തിൽ ആ വിധത്തിൽ തെറിയാണോ എന്നൊരു തത്വചിന്താപരമായ ആലോചന പ്രസക്തമാണ്. മലയാളത്തിൽ തെറിയെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ പ്രബന്ധങ്ങളിൽ ഒന്നെഴുതിയത് മലയാളത്തിൻ്റെ എക്കാലത്തെ അഭിമാനമായ CJ തോമസാണ്. CJ തോമസിൻ്റെ തിരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ തുടങ്ങുന്നത് തന്നെ സത്യത്തിൽ തെറി എന്ന പ്രബന്ധത്തോടു കൂടിയാണ്. അതൊരു കൗതുകമാണ്. കാരണം സാധാരണഗതിയിൽ ഒരു വലിയ പുസ്തകം, 800 പേജുള്ളൊരു പുസ്തകം, വളരെ ശ്രദ്ധേയമായ നിരവധി പ്രബന്ധങ്ങൾ മുൻഗണന അനുസരിച്ച് ആദ്യം നൽകാനുണ്ടായിരിക്കെ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം തെറി എന്ന ആ പ്രബന്ധം ആദ്യം നൽകിയത്. ഞാനിവിടെ CJ തോമസിൻ്റെ ആ പ്രബന്ധത്തെക്കുറിച്ചുള്ള വിശദമായ ആലോചനയല്ല. സാംസ്കാരിക വിമർശനത്തെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ്. നമുക്കറിയാം, തെറി എന്ന മലയാള വാക്കിൽ തന്നെ അതിൻ്റെ തുടക്കം എവിടെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. തെറിച്ച് വരുന്നതാണ് തെറി. അങ്ങനെയാണെങ്കിൽ എവിടെ നിന്നാണ് അത് തെറിച്ച് വരുന്നത്? നമ്മുടെ ബോധത്തിൽ നിന്നാണെങ്കിൽ നമുക്കതിനെ തടയാൻ കഴിയണം. പക്ഷേ പലപ്പോഴും നമുക്കതിനെ തടയാൻ കഴിയുന്നില്ല. അവിടെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രപരമായ അന്വേഷണങ്ങൾ പ്രസക്തമാകുന്നത്. കൂട്ടത്തിൽ പറയട്ടെ, മലയാളത്തിലെ രണ്ടാമത്തെ ശ്രദ്ധേയമായ പ്രബന്ധം തെറിയെക്കുറിച്ച് ഞാൻ കണ്ടത് ഡോക്ടർ TP സുകുമാരൻ മാഷിൻ്റെ ഒരു പ്രബന്ധമാണ്. ആ പ്രബന്ധം, അതിൻ്റെ തലക്കെട്ട് സാധാരണഗതിയിൽ നമ്മുടെ അന്വേഷണങ്ങളിൽ എപ്രകാരം ഉൾപ്പെടുത്തുമെന്നൊരാശങ്ക പോലും നമുക്കുണ്ടാകും. ആ പ്രബന്ധത്തിൻ്റെ തലക്കെട്ട് തന്നെ നായിൻ്റെ മോൻ എന്നാണ്. മലയാളത്തിൽ നായിൻ്റെ മോൻ എന്ന പേരിൽ ഡോക്ടർ TP സുകുമാരൻ മാഷ് ഒഴിച്ച് മറ്റാരെങ്കിലും ആ വിധം ഒരു പ്രബന്ധം എഴുതിയതായി എൻ്റെ വായനയിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇത് കേൾക്കുന്നവർ മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു വിശകലനം മറ്റാരെങ്കിലും വികസിപ്പിച്ചതായിട്ടുണ്ടെങ്കിൽ ഇതിനോട് കൂട്ടിച്ചേർക്കാവുന്നതാണ്. പറഞ്ഞു വരുന്നത്, TP സുകുമാരൻ മാഷും തൻ്റെ വിശകലനത്തിന് അടിസ്ഥാനമായി സ്വീകരിച്ചവരിൽ ഒരു പ്രധാനപ്പെട്ട സൈദ്ധാന്തിക സ്രോതസ്സ് സിഗ്മണ്ട് ഫ്രോയിഡാണ്. മറ്റൊന്ന് ബ്രിട്ടീഷ് നരവംശാസ്ത്രജ്ഞനായ എഡ്മണ്ട് ലീച്ചാണ്. ഈ രണ്ടു പേരുടെയും ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇതേക്കുറിച്ചുള്ള ഒരു വിശകലനം വികസിപ്പിക്കുന്നുണ്ട്. ഇത്രയും ഞാൻ സൂചിപ്പിക്കുന്നത് ഈ നായിൻ്റെ മോൻ എന്നുള്ള വിശേഷണം വലിയ തെറിയായിത്തീരുന്നതിൻ്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ രണ്ട് ചിന്തകരെയും കൂട്ടുപിടിച്ചുകൊണ്ട് 2-3 കാര്യങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ആ പ്രബന്ധം വേണമെങ്കിൽ നമുക്ക് പറയാം പഴയ അർത്ഥത്തിൽ പ്രസക്തമല്ല. ഒന്ന്, നായക്ക് ശുചിത്വമില്ല, അതിനൊരു വൃത്തിബോധവുമില്ല. പിന്നെ അതിൻ്റെ വിസർജന രീതികളെക്കുറിച്ച്, പിന്നെ അതിൻ്റെ ലൈംഗികത, വളരെ തുറന്ന ലൈംഗികത, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മികച്ച ഇനം നായ്ക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ മനുഷ്യരെക്കാൾ ഒക്കെ ഏറ്റവും മികച്ച പരിചരണമാണ് അവർക്ക് കിട്ടുന്നത്. അവർക്ക് ഈ പറയുന്നതൊന്നും ബാധകമല്ല. അതുകൊണ്ട് ആ പ്രബന്ധം വേറൊരർത്ഥത്തിൽ കാലഹരണപ്പെട്ടു എന്ന് പറയാം. എങ്കിലും
ഈ 2 മലയാളത്തിലെ പ്രബന്ധങ്ങളെക്കുറിച്ച്. ഇങ്ങനെ അല്ലാത്ത ധാരാളം പഠനങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം. പഠനങ്ങൾ മാത്രമല്ല, തെറി എന്നൊന്നും പറഞ്ഞുകൂടാ, അല്ലാതെ തന്നെ പഠനം അവസാനിപ്പിക്കേണ്ടി വന്ന ഒരു ജാനമ്മയെക്കുറിച്ച് റോബിൻ ജെഫ്രി പറയുന്നുണ്ട്. കേരളത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പഠനത്തിലാണ് ജാനമ്മ നല്ല ആകാര സൗഷ്ഠവമുള്ള ജാനമ്മയെ നമ്മളിന്ന് സാധാരണഗതിയിൽ പറയുന്ന പൂവാലന്മാർ അവരെന്തോ ഒരു കമൻറ്റ് നടത്തിയപ്പോൾ ആ കമൻറ്റ് കൃത്യം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ആ കമൻറ്റ് അതേപോലെ അവതരിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാൽ ജാനമ്മ തിരിച്ച് നടത്തിയ കമൻറ്റ് അവർ പറഞ്ഞത് യുവർ മദേഴ്സ് കോക്കോനട്ട് എന്നാണ്. വളരെ കൗതുകകരമായ കാര്യം, ഞാനിത് നോക്കുമ്പോൾ ആംഗലേയ ഭാഷയിൽ ആ വിധം കോക്കോനട്ട് ഒരു തെറിപ്പദമല്ല. എന്നാൽ നമ്മളെ അമ്പരപ്പിച്ചുകൊണ്ട് മലയാളത്തിൽ അതിന് തെറിപ്പദമാകാൻ പറ്റും. മലയാളത്തിൽ സാധാരണഗതിയിൽ ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ തെറിപ്പദമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഇംഗ്ലീഷിൽ ആ വിധം ലൈംഗിക അവയവങ്ങൾ തെറിപ്പദമല്ല എന്നാണ് വായനയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പകരം അവരുടെ തെറിപ്പദം പിശാച്, മുടിയുക, ശാപം, ഇതൊക്കെയാണത്രേ അവരുടെ തെറിപ്പദം. പറഞ്ഞു വരുന്നത് സാംസ്കാരിക പശ്ചാത്തലം മാറുന്നതിനനുസരിച്ച് ഭാഷയിലെ തെറിപ്പദങ്ങളുടെ സ്വഭാവവും മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഇത്രയും ഒരു ആമുഖം പറയാനിടയാക്കിയത് കഴിഞ്ഞ എപ്പിസോഡിൽ ഈ അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ വി.എസിനെ കുറിച്ച് വന്ന എൻ്റെ അവതരണത്തിൽ ആ അവതരണം കേട്ട ചില സുഹൃത്തുക്കൾ പ്രകടിപ്പിച്ച ചില അഭിപ്രായങ്ങൾ, ആ അഭിപ്രായങ്ങളെ അപഗ്രഥിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതിലൊന്ന്, കെയ്യനെ എന്തൊരു പുകഴ്ത്തലാണിത്, വി.എസിൻ്റെ തന്തക്ക് വിളിച്ചൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല എന്ന രീതിയിൽ ഒരഭിപ്രായ പ്രകടനം. സത്യത്തിൽ ഈ അഭിപ്രായ പ്രകടനത്തിൽ 2 തരത്തിലുള്ള പരിമിതികളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഒന്ന്, വി.എസിനെ കുറിച്ച് പറയുന്നതൊന്നും ആ അർത്ഥത്തിൽ പുകഴ്ത്തലല്ല. പിന്നെ മരണാനന്തരം പെട്ടെന്ന് നടത്തുന്ന അനുസ്മരണങ്ങളിൽ മരിച്ച ആളുടെ സത്പ്രവർത്തികൾ, അവർ നിർവഹിച്ച നല്ല കാര്യങ്ങൾ, അത് കുറച്ച് അധികം പൊലിപ്പിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് സാധാരണ നമ്മുടെ സമൂഹത്തിൽ നടപ്പുള്ളൊരു കാര്യമാണ്. അത് അതേപോലെ തന്നെ തുടരണമെന്നോ തുടരേണ്ടതില്ല എന്നോ ഉള്ള ഒരു തീരുമാനം അവതരിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്. എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹം എനിക്കെതിരെ നടത്തിയ ഇടപെടലുകളോട് പ്രതികരിച്ചുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ വിവരിച്ചിരുന്നു. കുരങ്ങൻ എന്നുള്ളതിനെ അപനിർമ്മിച്ചുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ മൊത്തമായി, ഇവിടുത്തെ തദ്ദേശീയ ജനതയെ മുഴുവനായി അവർ വിളിച്ചത് കുരങ്ങൻ എന്നാണ്. നടുക്കമുണ്ടാക്കുന്ന കാര്യം, മഹാത്മാഗാന്ധി മുതൽ നെഹ്റു വരെ അതിൽ പെടും. കാരണം അധിനിവേശത്തെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ കീഴടക്കിയ രാജ്യങ്ങളിലെ ജനങ്ങൾ അധമ മനുഷ്യരാണ്, അവർ പൂർണ്ണ മനുഷ്യരല്ല. ഈ ഒരു കാഴ്ചപ്പാടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രയോഗം. യൂറോപ്യന്മാർ കറുത്തവരെ ആക്ഷേപരൂപമായി നടത്തിയ പ്രയോഗവും കുരങ്ങൻ എന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇതൊരൊറ്റപ്പെട്ട കാര്യമായിട്ടല്ല. അതുകൊണ്ട് ആർക്കും ആരെയും എന്തും വിളിക്കാം. കെയ്യനെ എന്തൊരു പുകഴ്ത്തലാണ് എന്ന് പറയുമ്പോൾ, രണ്ടാമത്തേത് ആ കേൾവിക്കാരൻ്റെ പ്രതികരണം, വി.എസിൻ്റെ തന്തക്ക് വിളിച്ചത് ഞങ്ങൾ മറന്നിട്ടില്ല, ഞാൻ ആരുടെയും തന്തക്ക് വിളിച്ചിട്ടില്ല,
തന്തക്ക് വിളിക്കുന്നത് ചരിത്രബോധമില്ലായ്മയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. അനിവാര്യമാണെങ്കിൽ വിളിക്കേണ്ടത് തള്ളക്കാണ്. അതിൻ്റെ വിശദീകരണം അവിടെ നിൽക്കട്ടെ. പറഞ്ഞു വരുന്നത് സംഭവിച്ചത് എന്തായിരുന്നു? സംഭവിച്ചത് മറ്റൊന്നുമല്ല. സംഭവിച്ചത് ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പത്രക്കാർ വി എസിനോട് KN കുഞ്ഞഹമ്മദിൻ്റെ അഭിപ്രായ പ്രകടനത്തെക്കുറിച്ച് എന്തു പറയുന്നു? മറക്കാൻ പാടില്ലാത്ത കാര്യം, പത്രസമ്മേളനം അവസാനിപ്പിച്ച് വി എസ് പോകുന്ന സമയത്തായിരുന്നു ഈ ചോദ്യം. അപ്പോഴാണ് അദ്ദേഹം പരാമർശവിധേയമായ കുരങ്ങൻ എന്ന് നടത്തിയത്. നികേഷ് കുമാർ ആയിരുന്നു ആങ്കർ. അത് കഴിഞ്ഞ് ഇങ്ങനൊരു പ്രതികരണം വി എസ് നടത്തിയല്ലോ, അതിനോടുള്ള താങ്കളുടെ പ്രതികരണം എന്താണ് എന്ന് ചോദിച്ച സമയത്താണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ പലതരം കളികളിൽ ഏർപ്പെടും. അന്ന് കളിയിൽ ചടുത എന്തെങ്കിലും തരത്തിലുള്ള തെറ്റലുണ്ടാവുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കും. അങ്ങനെ ചീത്ത വിളിക്കുന്ന കൂട്ടത്തിൽ വായി തോന്നിയ മുഴുവൻ പറയും. പട്ടി, പൂച്ച, കുരങ്ങൻ എന്നൊക്കെ പറയും. അങ്ങനെ രണ്ട് കൂട്ടരും പരമാവധി പറഞ്ഞിട്ട് വിജയം നേടാൻ വേണ്ടി അവസാനം എടുത്തുപയോഗിക്കുന്ന ഒരു വാക്ക്, അത് നിൻ്റെ അച്ഛനാണ് എന്ന് പറയും. ഇത് ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ച കളിയാണ്. മുതിർന്നതിന് ശേഷം ഇത്തരം കളികൾ കളിച്ചിട്ടില്ല, ആരും കളിക്കാൻ പാടില്ല. വളരെ വിനയത്തോടെ പറഞ്ഞ ഈ ഒരു കാര്യമാണ് അന്ന് ഇന്ത്യ ടുഡേ ഉൾപ്പെടെ പലരും പുരോഗമന കലാസാഹിത്യ സംഘം മോഡൽ മറുപടി എന്ന പേരിൽ അവതരിപ്പിച്ചത്. ഈ ഒരു കാര്യമാണ് അദ്ദേഹത്തെ ഞാൻ ആക്ഷേപിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ഇത് കേൾക്കുന്നവരോട് ഞാൻ വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുന്നത്, വയസ്സോന്മാർക്ക് വേണ്ടത് കുരങ്ങു സൂപ്പോ എന്ന ഈ ഒരു പ്രതികരണത്തോടുള്ള എൻ്റെ പ്രതികരണം, ആ പ്രതികരണത്തിൽ ഈ കാര്യം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഇപ്പോൾ ഇവിടെ പങ്കുവച്ച പ്രശംസിക്കൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അത് പ്രശംസിക്കലല്ല, അത് പരമാർത്ഥം തന്നെയാണ്. അതുതന്നെയാണ് ആ പുസ്തകത്തിലും ഉള്ളത്. അപ്പോൾ ഒന്നും വായിക്കാതെ, ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, നമ്മൾ തുടങ്ങിയത് തെറിയിൽ നിന്നാണ്. ആ വിധത്തിൽ തങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ അവരവതരിപ്പിക്കുന്ന ആശയങ്ങൾ, ആ ആശയങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ അടയാളപ്പെടുത്താനും അതിനോടുള്ള യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിക്കാനും യോജിപ്പിനും വിയോജിപ്പിനും ഇടയിലെ അതിർത്തി കൃത്യം വേർതിരിയുന്നത് എവിടെ വച്ചാണ് എന്ന് വിശദമാക്കാനും അങ്ങനെ ഒരു സംവാദമായി അതിനെ മാറ്റി തീർക്കാനും ഉള്ള ഒരു സന്നദ്ധത, അതില്ലാതാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തൊക്കെ സംഭവിക്കുമോ അതൊക്കെയാണ് ഈ അവതരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ അസംബന്ധമായിരിക്കും, കേട്ട പാടി കേൾക്കാത്ത പാതി ഈ രീതിയിൽ അഭിപ്രായം പറയുന്നത് എന്നാണ്. അതേക്കുറിച്ച് എനിക്ക് വളരെ സംക്ഷിപ്തമായിട്ട്, ഇത് വളരെ വിശദീകരിക്കാവുന്നതാണ്. കാരണം ഇത് രണ്ട് വ്യക്തികളുടെ പ്രശ്നമല്ല, ഇത് ഏതെങ്കിലും തരത്തിലുള്ള രണ്ട് ആശയങ്ങളുടെ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ സന്നിഹിതമായ ഒന്നാണ് ഈ ഒരു രീതിയിലുള്ള സംഘർഷം. നമുക്ക് ആലോചിച്ച് നോക്കാവുന്നതാണ്. എല്ലാ മൃഗങ്ങളും എനിമൽ അബ്യൂസ് എന്ന് പറയുന്ന മൃഗങ്ങളെ ചേർത്തുള്ള തെറി, അത് രാജ്യങ്ങൾ തോറും വ്യത്യസ്തമാണ്. പിന്നെ എല്ലാ മൃഗങ്ങളും ഈ വിധം തെറി വിളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറില്ല. നരിയുണ്ട്, സിംഹമുണ്ട്, ആനയുണ്ട്, അതൊന്നും ആ വിധത്തിൽ തെറിയുടെ ഭാഗമാവുന്നില്ല. എന്നാൽ കഴുതയും കുരങ്ങനും നായയും പന്നിയും ഒക്കെ ഇത് വലിയൊരു സാംസ്കാരിക അന്വേഷണ വിഷയമാണ്. എത്രയെത്രയോ മാത്രമല്ല, നമുക്ക് നമ്മോട് ഏറ്റവും നന്നായി ഇണങ്ങുന്നതാണ് നായ. അജീവനാന്തം അത് കൂറുപുലർത്തുന്ന ഒരു ജീവിയാണ്. എന്നിട്ടും കടുത്ത തെറിക്ക് അതിനെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. എന്തായാലും ആ പ്രതികരണത്തോട്
അത്രയാണ് പറയാനുള്ളത്. ഇനി രണ്ടാമത്, ആ അവതരണത്തിൽ പരിമിതികളെക്കുറിച്ച്, സഖാവ് പരിമിതികളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഒരാളുടെ കമൻറ്റ്, എന്തോന്ന് പരിമിതി. സത്യത്തിൽ ആ അഭിപ്രായ പ്രകടനം തന്നെ പരിമിതിയുടെ ഒരു പറുദീസയാണ്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആരും പൂർണ്ണരല്ല. അക്കില്ലസ് ഹീൽ എന്നൊരു പ്രയോഗമുണ്ട്. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം, അക്കില്ലസ് വളരെ കരുത്തനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ മടമ്പിൽ തൊട്ടാൽ അക്കില്ലസ് മറിഞ്ഞു വീഴും. ഏത് മഹത്വത്തിലും ചില അന്ധമേഖലകൾ ഉണ്ടാവും. ആ അന്ധമേഖലകൾ സ്വയം വിമർശനത്തിലൂടെ ദൃശ്യപ്പെടുത്തുക എന്നുള്ളത് സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് എന്തോന്ന് പരിമിതി എന്നല്ല, ഏത് രാഷ്ട്രീയ നേതാവിനെ, സാംസ്കാരിക പ്രവർത്തകനെ, എഴുത്തുകാരെ ഒക്കെ നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അവർക്കൊക്കെ ധാരാളം പരിമിതികളുണ്ടാവും. ഭാഷ ഉപയോഗിക്കുമ്പോൾ തന്നെ ആ ഭാഷയിൽ പലതരം പരിമിതികളുണ്ടാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന തെറിപ്പദങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം കീഴാള വിരുദ്ധമാണ്. നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾ ആവർത്തിക്കുന്ന പല തമാശകളും അതിൻ്റെ വേരിലോളം നമ്മൾ തിരഞ്ഞു ചെന്നാൽ അത് സ്ത്രീ വിരുദ്ധമാണ്, ദളിത് വിരുദ്ധമാണ്, തൊഴിലാളി വിരുദ്ധമാണ്. അപ്പം അതുകൊണ്ട് എന്തോന്ന് പരിമിതി എന്ന ചോദ്യം അപ്രസക്തമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡോക്യുമെൻറ്റുകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ മറ്റ് നേതാക്കൾ, ഉദാഹരണമായിട്ട് അടുത്ത കാലത്ത് പുറത്തു വന്ന ആത്മകഥയാണ് സഖാവ് ലോറൻസിൻ്റേത്. അതിൽ സഖാവ് VS കുറിച്ച് തന്നെ ഒരു ഭാഗമുണ്ട്. അതെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യം അപ്രസക്തമാവും. രണ്ടർത്ഥത്തിൽ ഈ ചോദ്യം അപ്രസക്തമാവും. മാർക്സ് പറയുന്നുണ്ട്, മാർക്സിസത്തെക്കുറിച്ച് തന്നെ മാർക്സ് പറയുന്നുണ്ട്, ഇത് ലോകത്തെക്കുറിച്ചുള്ള മുഴുവൻ സത്യങ്ങളും കണ്ടുപിടിച്ചു കഴിഞ്ഞു എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇത് മന്ത്രവും തന്ത്രവും എന്നല്ല. അങ്ങനെ ലോകത്തെക്കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും ഉരുട്ടി തളികയിലാക്കി അത് കൊട്ടിട്ട് മൂടുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ വ്യക്തികളെന്ന അർത്ഥത്തിൽ, സാംസ്കാരിക പ്രവർത്തകർ എന്ന അർത്ഥത്തിൽ, മനുഷ്യരെന്ന അർത്ഥത്തിൽ പരിമിതികൾ ഉണ്ടാകും. ആ പരിമിതികൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാവും. ചിലർക്ക് കൂടുതൽ പരിമിതികൾ, ചിലർക്ക് കുറച്ച് പരിമിതികൾ. ചിലർ പരിമിതികൾ തിരിച്ചറിഞ്ഞാൽ പെട്ടെന്ന് തിരുത്തും, മറ്റു ചിലർ പരിമിതികളിൽ പിടിച്ചു തൂങ്ങി കിടന്നാടും. ഇങ്ങനെ വ്യക്തികൾ തോറും വൈവിധ്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ആ ചോദ്യം അത് കൂടുതൽ വിശകലനങ്ങൾക്കും സംവാദങ്ങൾക്കും വിധേയമാക്കാവുന്നൊരു ചോദ്യമാണ്. പിന്നെ എനിക്ക് വളരെ തമാശയായി തോന്നിയത്, VS ആദരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം താങ്കൾക്ക് തരാനുള്ളത് മുഴുവൻ തന്നിട്ടാണ് അദ്ദേഹം പോയത്. ഇത് കേട്ടാൽ തോന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഏതോ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരിടപാട് തീർക്കാനുള്ളതാണ്. അദ്ദേഹം ചരിത്രത്തിൽ ഇടപെട്ട മലയാളിയുടെ അഭിമാനമാണ്. അങ്ങനെയുള്ള ഒരു വിപ്ലവകാരിയുടെ ജീവിതത്തെ വ്യക്തിപരതയുടെ ഒരു ചെറിയ പശ്ചാത്തലത്തിലേക്ക് വെട്ടിച്ചുരുക്കുന്നത് ഏതർത്ഥത്തിലും വളരെ അവികസിതമായൊരു കാഴ്ചപ്പാടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് വളരെ ആരോഗ്യകരമായ സംവാദങ്ങൾ രൂപപ്പെട്ടു വന്നാൽ അത് നമ്മുടെ ചിന്തക്ക് തീപിടിപ്പിക്കും. നമ്മുടെ തന്നെ അകത്ത ചപ്പുചവറുകൾ ആ അഗ്നിയിൽ കത്തിച്ചാരമാകും. ആ ചാരം വളമാകും. അതുകൊണ്ട് പ്രധാനമായിട്ടും ഒരു എപ്പിസോഡിലെ കത്തുകളെയാണ് ഞാൻ, അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളെയാണ് ഞാൻ ഇവിടെ വിശകലനത്തിന് വിധേയമാക്കിയത്. ആ വിശകലനം
പ്രധാനമായും നടത്താൻ ഇടയായത് എന്തുകൊണ്ടാണ് നമ്മൾ വൈചാരികമായ തലത്തിൽ നിന്നും അതിവൈകാരികമായ തലത്തിലേക്ക് നിരന്തരം വഴുക്കിക്കൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്താണ്? അതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വർണ്ണാഭമായ വിസ്മയകരമായ മൂല്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമായിത്തീരുന്നത്. അതുകൊണ്ട് വികാരഭീകരതയ്ക്ക് പകരം വിചാരധീരത, അതായിരിക്കണം സംവാദങ്ങളിൽ നമ്മൾ മുന്നോട്ട് വെക്കേണ്ട മുദ്രാവാക്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ഒരാളെ പൂച്ചയെന്ന് വിളിക്കാമെങ്കിൽ അത് കേട്ട ആൾക്ക് തിരിച്ച് അതേ ആളെ അതിൻ്റെ ഇരട്ടി വിളിക്കാവുന്നതാണ്. അങ്ങനെ വിളിയും മറുവിളിയുമായി അവസാനിപ്പിക്കേണ്ടതാണോ സംവാദം? ഞാൻ കരുതുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആകാശത്തിൽ ജ്വലിച്ചു നിൽക്കേണ്ട സംവാദത്തിൻ്റെ സൂര്യൻ ഇത്തരം കുട്ടിക്കളി കൊണ്ട് ഇല്ലായ്മ ചെയ്യേണ്ടതല്ല. അത്തരമൊരു തീയാളുന്ന തിരിച്ചറിവിലേക്ക് എല്ലാവർക്കും പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അത്തരമൊരു പ്രവേശനം അത്യന്തം പ്രകാശപൂർണമാകും. അല്ലെങ്കിൽ അത് നമ്മുടെ സംവാദങ്ങൾക്കിടയിലേക്ക് ഇരുട്ടിനെ കൊണ്ടുവരും. അതുകൊണ്ട് ഒരൊറ്റ അഭിപ്രായ പ്രകടനത്തെ അടിസ്ഥാനമാക്കി മാത്രം ഈ ഒരു എപ്പിസോഡ് ചുരുക്കുന്നത്, തുടർന്ന് വളരെ വിസ്തരിച്ച് ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലുമുള്ള ഈ കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നത് റോബിൻ ജെഫ്രിയുടെ കേരളത്തെക്കുറിച്ചുള്ള ആ പുസ്തകത്തിൽ നേരത്തെ ഒന്ന് പരാമർശിച്ചു. കുറച്ച് പൂവാലന്മാർ ജാനമ്മയെ പരിഹസിച്ചപ്പോൾ ആ പരിഹാസത്തോട് ജാനമ്മ പ്രതികരിച്ചത്, നിവർന്നു നിന്നുകൊണ്ട് ജാനമ്മ പ്രതികരിച്ചത് പൂവാലന്മാരുടെ സീനിയർ വിദ്യാർത്ഥികളുടെ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ റാഗിങ്ങിൻ്റെ ഒരു ചെറിയ രൂപമായിരുന്നു. അവരുടെ ശരീരത്തെ നോക്കിയിട്ട് അവരുടെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളെക്കുറിച്ച് ആയിരുന്നു അവരുടെ കമൻറ്റ്. ആ കമൻറ്റ് രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ജൂനിയർ ആണല്ലോ ജാനമ്മ, അവൾ പ്രതികരിക്കില്ല. രണ്ട്, അവൾക്ക് ഇംഗ്ലീഷ് അറിയാൻ സാധ്യതയില്ല. പക്ഷേ ജാനമ്മക്ക് ഇംഗ്ലീഷ് അറിയുമായിരുന്നു, അവൾക്ക് പ്രതികരിക്കാനുള്ള വീര്യമുണ്ടായിരുന്നു. അപ്പോഴാണ് അവർ പറഞ്ഞത്, നേരത്തെ സൂചിപ്പിച്ചു, യുവർ മദേഴ്സ് കോക്കോനട്ട്. പക്ഷേ ഇനി ഞാൻ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരൊറ്റ പ്രയോഗത്തിൻ്റെ പേരിൽ ജാനമ്മയുടെ വിദ്യാഭ്യാസ ജീവിതം അവസാനിച്ചു. എന്നാൽ ഈ കമൻ്റ് നടത്തിയവർക്ക് ഒരു പ്രതിസന്ധിയും അഭിമുഖീകരിക്കേണ്ടി വന്നില്ല. ഇത് റോബിൻ ജെഫ്രി തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, ഇങ്ങനെ അടയാളപ്പെടുത്തപ്പെടാത്ത എത്ര കാര്യങ്ങളുണ്ടാവും. ഒരു ആസ്ട്രേലിയൻ ക്രിക്കറ്റ് കളിക്കാരനെ ഇന്ത്യക്കാരനായ ഹർഭജൻ സിംഗ് മങ്കി എന്ന് വിളിച്ചത് 2008 നടന്ന സംഭവമാണ്. ആൻഡ്രൂ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ പ്ലെയറെയാണ് ഹർഭജൻ സിംഗ് ഈ വിധത്തിൽ വിളിച്ചത്. അത് വലിയ കോളിളക്കമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് എത്നിക് സ്ലർ എന്ന് പറയുന്നത് കഴിയുന്നതും എത്ര വികാരപരമായ പശ്ചാത്തലത്തിലും വിളിക്കാതിരിക്കാനുള്ള വിചാരധീരതയാണ് നമുക്കിടയിൽ വളർന്നു വരേണ്ടത്. അങ്ങനെയിരിക്കെ അത് ആഘോഷിക്കാനുള്ള പ്രവണത നമ്മെ സാംസ്കാരികമായി ഏറ്റവും അടിത്തട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡ് തുടർന്നും നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക ജീവിതങ്ങളിലെ ചെറുതെങ്കിലും ഇതുപോലുള്ള വലിയ വിഷയങ്ങളെക്കുറിച്ചുള്ള സംവാദമാകണമെങ്കിൽ ഇത് കേൾക്കുന്നവർ സൂക്ഷ്മതലത്തിൽ ഇതിനോട് സംവദിക്കാൻ സന്നദ്ധമാകണം.
ഒരു വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, കേരളീയ സമൂഹത്തിൽ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നൊരു പ്രവണത സൂക്ഷ്മവും സങ്കീർണവുമായ കാര്യങ്ങളോട് സംവദിക്കുന്നതിൽ തോറ്റുപോകുന്ന, അസമർത്ഥരാകുന്ന ഒരവസ്ഥ. അത്തരം ഒരവസ്ഥയെ മറികടക്കാൻ വേണ്ടി കൃത്രിമമായി അർത്ഥരഹിതമായ പലവിധ പ്രലപനങ്ങൾ, ആ പ്രലപനങ്ങൾ കൂടുതൽ അപഗ്രഥനങ്ങൾ ആവശ്യപ്പെടുന്നില്ല വ്യക്തിതലത്തിൽ. പക്ഷേ ആ പ്രലപനങ്ങളും സാമൂഹ്യ തലത്തിൽ കൂടുതൽ വിശകലനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് താനും. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.